ഇസ്രായേലിൽ ഉഗ്രസ്ഫോടനം, മിസൈൽ ഫാക്ടറി തകർന്ന് കത്തി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. 1000-ലധികം മിസൈലുകളും അതുമായി ബന്ധപ്പെട്ട ബോംബ് നിർമ്മിത മേഖലയും അപ്പാടെ തകർന്നിരിക്കുന്നു. ഒരുപാട് ആയുധ ഫാക്ടറികൾ, ആയുധം നിർമ്മിക്കുന്ന ഏരിയകളുണ്ട്. ആ ഏരിയകളൊന്നും ഇപ്പോൾ കാണാനില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്നു. എന്നാൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല, അവരത് അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവർക്ക് ലക്ഷ്യം അറിയാമായിരുന്നു, അവർ നാശം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നാശം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്തൊരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓടിപ്പോയി ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അനുചിതമല്ല, നടക്കാത്തൊരു സംഭവമാണ്. പിന്നീട് ആകാശ ആക്രമണമാണ് നടന്നത് എങ്കിൽ എന്തുകൊണ്ട് അവരുടെ പ്രതിരോധ സംവിധാന സിസ്റ്റങ്ങൾ അതിനെ പ്രതിരോധിച്ചിട്ടില്ല? എന്തുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല? റഡാർ സിസ്റ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ പറയുന്ന സ്ഥലം ബെയ്ത്ത് സമേഷ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ടോമർ അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. വലിയ തീഗോളങ്ങളുണ്ടായി. പുക പടലത്താലും കനത്ത ശബ്ദത്താലും ആളുകൾ പരസ്പരം ചിതറി ഓടുന്ന രീതി കാണാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ടായി. വലിയ ഈ ഫയർഫോഴ്സ് അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ ഫാക്ടറിക്ക് ചുറ്റുഭാഗം വളഞ്ഞു തീക്കെടുത്തൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ട് കെട്ടിട്ടില്ല എന്നുള്ള നാശനഷ്ടം എത്ര ഉണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ പത്രം ഈ കാര്യങ്ങൾ ആക്രമമാണ് എന്നുള്ള കാര്യം നിഷേധിച്ചു. അവർ പറയുന്നത് ഇത് ഇസ്രായേൽ നടത്തിയ ഒരു പരീക്ഷണം മാത്രമാണ്. സാധാരണ എന്നല്ല, അപൂർവമായിട്ടെങ്കിലും ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. ഇത് ഗൗരവപരമായിരിക്കുന്ന വിഷയമില്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ മീഡിയയും അതേപോലെ തന്നെ പത്രങ്ങളുമാണ് ഈ വിഷയം ഇസ്രായേലിനോടൊപ്പം കൂടിയിട്ട് ന്യായീകരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റോ പ്രതിരോധ സംവിധാനങ്ങളോ വിദേശകാര്യ വകുപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോ ഇതുവരെ ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചു വരുന്നു, അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന സംവിധാനത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രത്യക്ഷമായതാണ്. ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു പരീക്ഷ നടത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? മുന്നറിയിപ്പ് നൽകും. ഇങ്ങനെയൊക്കെ സംഭവം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയ ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ സ്ഫോടനം ഉണ്ടാവും, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം. അതിൻ്റേതായിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ജനങ്ങൾക്ക് ഭയമില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ഇത്തരം പരീക്ഷകൾ നടത്തി. ഇസ്രായേൽ എന്നുള്ള ഏത് ലോക രാജ്യങ്ങളും പരീക്ഷണം നടത്തുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ അത് നടത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഒഴിഞ്ഞു മാറുന്നു. കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ച് വരികയാണ് എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് മറുപടി വരുന്നത്. റോക്കറ്റ് പ്രൊപ്പറൽ സിസ്റ്റം ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രണ്ടാമത്തത് മിസൈൽ എഞ്ചിനുകൾ, റോക്കറ്റ് മോട്ടോറുകൾ അവ നിർമ്മിക്കുന്നു. ആരോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഘടകങ്ങൾ വികസിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ചില റിപ്പോർട്ടിനകത്ത് ആരോ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അപ്പാടെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ ഈ ശാസ്ത്രജ്ഞന്മാരോ ബന്ധപ്പെട്ടവരോ ഈ ഫാക്ടറിയിൽ ഉണ്ട് എന്ന് സംശയിക്കാനും ഇടയുണ്ട്. 200 അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് എന്ന് പറഞ്ഞാൽ, അകത്തുള്ളവരും പുറത്തുള്ളവരും, അവിടെ അകത്ത് നിങ്ങോട്ട് വരുന്നവരും അതിൻ്റെ പുറത്തായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ കുറിച്ചാണ് പറഞ്ഞത്. ഏകദേശം 200-250 പേരുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ചില ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. ആർക്ക് പരിക്കേറ്റു, എന്ത് പരിക്കാനുള്ളത്, അവരെന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് വിവരമില്ല. കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫാക്ടറി, ഇസ്രായേലിൻ്റെ ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അവർ നശിച്ചിട്ടുണ്ട് എന്നോ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായൊരു ആക്രമണം ഉണ്ട് എന്നോ പറയാൻ വേണ്ടി സാധിക്കില്ല. അത്രയ്ക്ക് പ്രതിരോധ സംവിധാനവും സിസ്റ്റവും ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അവർക്ക് നേരെ വരുന്ന വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ കൊണ്ടാഘോഷിക്കും എന്നതിനാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തത് എന്ന് പറയുന്നു. റോക്കറ്റ് ഇന്ധനം ഇവിടെ ഉണ്ട്, പ്രൊപ്പൽഷൻ മോട്ടോറുകളുണ്ട്, പിന്നെ ഈ മിസൈൽ സംവിധാനങ്ങളുണ്ട്. മിസൈൽ സംവിധാന സിസ്റ്റത്തിൻ്റെ പഴയ കുറേ രൂപകാര്യങ്ങൾ അതുമുണ്ട്.
പരീക്ഷണ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബോംബ് പോലെയുള്ള അത്യാധുനികമായിരിക്കുന്ന നിർമ്മിതികളുടെ ഒരു ശേഖരം അത് വേറെയുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂട്ട് ഒരു ക്രോഡീകരണമാണ് ഈ പറയപ്പെട്ട ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയപ്പെട്ട സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലെബനാനും ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. വലിയ രീതിയിൽ അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ മരണങ്ങളൊക്കെ ലെബനാൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഇവിടെ ഗസക്കകത്ത് ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്ന തരത്തിലോ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്ന തരത്തിലോ അല്ല ലെബനാൻ എന്ന് പറയുന്ന സൈനിക ട്രൂപ്പ് അങ്ങനെ അപ്പാടെ തന്നെ യുദ്ധം ചെയ്യുന്ന തരത്തിൽ മുഖാമുഖമാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 20ഓളം ഇസ്രായേലിൻ്റെ സൈനികരെ പിടികൂടി. അതിൽ 4 അധികം ഇസ്രായേൽ സൈനികരുടെ വീഡിയോ കാര്യങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പ് പുറത്തു വിടുകയും ചെയ്തു. അവരുടെ പേര് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടതോടുകൂടി അത് ഇസ്രായേലിനകത്ത് വലിയ രീതിയിൽ പ്രതിഷേധമായി വിഷയങ്ങളായി അവരുടെ ബന്ധുക്കാർ റോഡിലിറങ്ങി പ്രക്ഷോഭം സമരം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തിനാണ് ലെബനാൻ ആക്രമിക്കുന്നത് തങ്ങൾക്കറിയണം. തങ്ങളുടെ മക്കൾ അങ്ങനെ യുദ്ധമുഖത്ത് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമില്ല. റബ്ബിമാരൊക്കെയാണ് കൂടുതൽ രംഗത്തിറങ്ങി അവിടെ മതപ്രചാരണം നടത്തുന്ന വിഭാഗങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ 20ഓളം ഉണ്ട് എന്ന് പറയുന്നു. 4 ആളുടെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ 20 അല്ല, അതിൽ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. ഈ സൈനികരെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പിടിച്ചു വെച്ചതോട് കൂടിയിട്ട് ഈ മേഖല ഏറെക്കുറെ ശാന്തമാണ്. കാര്യം ഇസ്രായേലിൻ്റെ ആക്രമണമില്ല. ആക്രമിച്ചാൽ ഇവരെ കൊലപ്പെടുത്തും എന്നൊരു പേടിയുണ്ട്. അങ്ങനെയൊക്കെ ഒരു ശാന്തത നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ രീതിയിൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഇത് പിടിക്കപ്പെട്ട സൈനികരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആക്രമിച്ചത് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. കാര്യം ഓരോരോ കാര്യം ഒരു ഇസ്രായേൽ സൈന്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ചോർത്തിയെടുക്കുക എന്നുള്ളത് ഇറാൻ്റെ സ്റ്റൈലാണ്. അതങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഇറാൻ്റെ അകത്ത് മൊസാദ് വിഭാഗത്തെ പിടികൂടിയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നാളാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ രഹസ്യങ്ങളും ഓരോന്നായിട്ട് ചോർത്തിയെടുത്ത് രേഖപ്പെടുത്തി വെക്കും. ഈ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്യും. അന്വേഷിച്ച് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവർ ഈ പറയപ്പെട്ട ആൾക്ക് വലിയ ശിക്ഷ ഉണ്ടാവും എന്നതിനാൽ അവർ കൃത്യമായ രീതിയിൽ പറയും. അങ്ങനെയാണ് പരമാവധി ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇറാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ കാര്യം കൂടി നോക്കുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും കനത്ത പ്രഹരവും നാശവും അതോടൊപ്പം തന്നെ ലോകത്തിന് മുൻപിൽ മോശക്കാരനാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയപ്പെടുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. അവർക്ക് പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രതിരോധത്തിന് മുമ്പിൽ തോൽക്കുന്നുണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ സമ്മതിക്കേണ്ട നാണംകെട്ടൊരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം കണ്ടു എന്ന് പറഞ്ഞ ഒരു സന്തോഷ കാര്യങ്ങൾ അവർക്കുണ്ട്. അത് വെച്ചിട്ട് അവർ ഇനിയും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അപ്പാടെ സംസാരിക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടില്ല ഈ ഇത്തരം ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവരും അവകാശപ്പെട്ടിട്ടില്ല, ഇസ്രായേലും. ആരാണ് എന്നുള്ളത് അന്വേഷിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത രീതിയിൽ പറയുന്ന സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പിന് വലിയ ആശ്വാസവും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയൊരു ആക്രമിച്ച് ലക്ഷ്യം കാണിക്കാൻ സാധിക്കും എന്നൊരു മനസ്സമാധാനം ഉണ്ട് എന്നൊക്കെയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഫാക്ടറി തകർന്നു എന്ന് പറയുന്നതിനെ നിസ്സാരവൽക്കരിച്ചല്ല ലോകം കാണുന്നത്. അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.